ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ സ്ഥിരമായിട്ട് നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിന്റെ 38ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇന്ന് നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികൾക്ക് വിശേഷിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും മെഷീൻ ലേണിംഗിന്റെയും ഒക്കെ ഒരു കാലത്ത് നമ്മൾ കുട്ടികളെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജികൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കോഡിങ് പഠിപ്പിക്കുന്നുണ്ടാകാം, അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട സാധാരണ നമ്മൾ ഇന്റലിജന്റ് കോഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയുന്ന ഒന്നാണ് സോഷ്യൽ കോഷ്യന്റ് എന്ന് പറയുന്നത്, SQ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സ്കിൽസ്, സാമൂഹികമായിട്ടുള്ള നൈപുണികൾ കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് അവർക്ക് ഒരു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ, ഒരു സമൂഹത്തെ നേരിടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്കിൽസിന്റെ പ്രാധാന്യം, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതല്ലെങ്കിൽ അത് എങ്ങനെ നമ്മുടെ കുട്ടികളിൽ രൂപപ്പെടുത്തിയെടുക്കാം, ഇങ്ങനെ ഇല്ലാത്ത കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് രൂപപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഇന്ന് നമ്മളൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ചർച്ചയെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഷഫീദ സൂനം. ഷഫീദ നേരത്തെ രണ്ട് വിഷയങ്ങൾ ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ്, അതിനെക്കുറിച്ചൊരു ടോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുട്ടികളുടെ കളികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കളിയല്ല കളികൾ അല്ലെ, കളി കുട്ടികളിയല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പോ കളികൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ആ കളികളിലൂടെ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ള രണ്ട് ടോപ്പിക്കുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു മൂന്നാമത്തെ സെഷനാണ് ഷഫീദ മാം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതും വളരെ നമ്മൾ പാരന്റിങ്ങിൽ പാരന്റിങ് ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ വിശേഷിച്ചും സ്കൂളൊക്കെ തുറന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനും പറ്റുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സ്, അതേപോലെ തന്നെ ഓഡിയൻസ്, പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വിഷയം നന്നായിട്ട് ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും അത് നമ്മളുടെ കുട്ടികളോട് ഇടപഴകുമ്പോഴും സാമൂഹികമായിട്ട് നമുക്ക് മറ്റുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോഴും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഷഫീദ സൂനം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. അവര് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷഫീദ മാമിനെ ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് മാം, കേൾക്കുന്നുണ്ട്. സാറ് പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രോ തന്നു കഴിഞ്ഞു. അത് എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു, ഷഫീദ. മലപ്പുറം ജില്ലയിലെ കാളികാവാണ് സ്വദേശം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ സ്കില്ലാണ് നമ്മുടെ ടോപ്പിക്. എന്താണ് സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാല്? നമ്മൾ എല്ലാ ദിവസവും മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളെ പ്രാപ്തമാക്കുന്ന കഴിവുകളെയാണ് നമ്മൾ സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് സോഷ്യൽ സ്കിൽ എന്നുള്ളതാ? ഇതിപ്പോ ഇത്ര പ്രാധാന്യം ഉണ്ടോ, ഇത് ഏത് സമയത്ത് ആവശ്യകതയുണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ സോഷ്യൽ സ്കിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ളത്? നമ്മൾ പണ്ടത്തെ ഒരു കാലം ആ ഒരു കാലം ആലോചിച്ചെടുക്കുകയാണെങ്കിൽ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അയൽപക്ക ബന്ധങ്ങളൊക്കെ നല്ല നല്ല ഊഷ്മളമായിരുന്നു. അയൽപക്ക ബന്ധങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അയൽപക്കത്തുള്ള എല്ലാ വീടുകളും, ഒരു 3-4 വീടുകളിൽ എല്ലാവരും ഒരു വീടിന് ഉമ്മറത്തിരുന്ന്
മുറ്റത്തിരുന്നിട്ട് വട്ടം കൂടി ഇരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അതിനകത്ത് എല്ലാ പ്രായത്തിലുള്ളവരുണ്ട്. ചെറിയ പ്രായത്തിലുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, ടീനേജേഴ്സ് ഉണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായം ചെന്നവരൊക്കെ ഉണ്ട്. ഇവരെല്ലാരും കൂടി ഇരിക്കുമ്പോൾ അതൊരു രസമാണ്. പലതരത്തിലുള്ള സംസാരങ്ങൾ അവിടെ വരും. കുട്ടികൾ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നുണ്ടാവും. സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യുന്നുണ്ടാവും. മുതിർന്ന ആളുകൾ പ്രത്യേകിച്ച് പിന്നെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ തെങ്ങിന്റെ പട്ടയുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ചൂലുണ്ടാക്കും. അതുപോലെ കൈത എന്ന് പറഞ്ഞിട്ട് ചെടിയുണ്ട്. കൈതേന്റെ ഓല കൊണ്ടുവന്നിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങും. പുഴുങ്ങുക പറഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താക്കുന്ന വെച്ചാൽ ഇതുകൊണ്ട് പായ മുടയും. അന്നൊക്കെ അങ്ങനെ കൈതോലപ്പായകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കുറിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് തിന്നുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ കൂടിയിരിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫുഡൊക്കെ ഡിഫറൻസ് ആണ്. പക്ഷെ അന്നേരം നമ്മൾ കഴിച്ചിരുന്നത് വെച്ചാൽ ആ സമയത്ത് കുറിക്കാൻ കൊണ്ടുവരുന്ന സാധനം മധുരക്കിഴങ്ങ്, ശർക്കര ചേമ്പ്, ഇങ്ങനെയുള്ള മണ്ണിൽ നിന്ന് കിട്ടുന്ന കുറെ വിഭവങ്ങളാണ്. അതുപോലെ പൂവ തിന്നാല് അത് പിന്നെ ഒരു ടാസ്ക്കാണ്. നമ്മളെ പല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ കൊടുക്കും അതിന്റെ ആദ്യം. പിന്നെ അത് കുത്തിപ്പൊളിക്കല് വേറൊരു ടാസ്ക്കാണ്. അതൊക്കെ ഭയങ്കര രസകരമാണ് കാര്യങ്ങള്. അതിനിടയിൽ മാങ്ങ അല്ലെ, പച്ചമാങ്ങയൊക്കെ കൊടുത്തിട്ട് നല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് അതൊരു വേറെ വൈബാ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തിലിരിക്കുക, ഒരുപാട് സംസാരിക്കുക, പിന്നെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് അയൽപക്ക ബന്ധങ്ങൾ നല്ല സ്ട്രോങ് ആയിരുന്നു. കൊടുക്കൽ വാങ്ങലുകളൊക്കെ നന്നായിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് മാത്രമല്ല, മിക്കവാറും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ മസാലപ്പൊടികളോ ഉപ്പോ പഞ്ചസാരയോ ചായപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും തീർന്നിട്ടുണ്ടാവും ചില മൊമെന്റിൽ. അപ്പോ വീട്ടില് ആണുങ്ങൾ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കടയിൽ പോകാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പോകുന്നത് അയൽപക്കത്തെ വീട്ടിലേക്കാണ്. എന്നിട്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കും ചെയ്യും. ഇത് എല്ലാവരും അന്ന് ചെയ്തിരുന്ന കാലമാണ്. അന്ന് ആ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ധൈര്യമായിട്ട് ഒരു വീട്ടിലേക്ക് കയറിച്ചല്ല. എല്ലാവരും പിന്നെ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. ഇനി ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ, ഒരു ചെറിയ ഫംഗ്ഷൻ, എന്തെങ്കിലും സൽക്കാരങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യാം? അയൽപക്കത്തിലുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക. നമ്മളത് കാറ്ററിങ്ങിനൊന്നും ഏൽപ്പിക്കൂല. ഇനി അവിടേക്കുള്ള കസേരകളും മേശകളും അതും ഈ വീടുകളിൽ നിന്ന് എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ടാണ് എടുക്കുക. അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും അങ്ങനെയാണ് അയൽപക്കങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇതൊക്കെ ഊഷ്മളമായ ഒരു ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോ പിന്നെ നമ്മുടെ ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ അയൽപക്ക ബന്ധത്തിനെ കുറിച്ച്. അതായത് നമ്മളെ സാധാരണ സ്വത്ത് ഷെയർ ചെയ്യുന്നത് വീട്ടിലുള്ള അംഗങ്ങൾക്കാണ്. പക്ഷെ അയൽപക്കക്കാർക്ക് സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം അവരുമായിട്ടുണ്ടായിരിക്കണം എന്നാ പറയാ. അതായത് അത്രയും സ്ട്രോങ് ആയിരിക്കണം ആ ഒരു റിലേഷൻ. അതൊക്കെ പറഞ്ഞു വെക്കുന്നത് സോഷ്യലൈസേഷനെ കുറിച്ചിട്ടാണ്. ഈ ഇഴചേർന്നുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് എല്ലാ മതങ്ങളും. ഇപ്പൊ യേശു ആയാലും അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. അപ്പൊ എല്ലാ മതങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത് സോഷ്യലൈസേഷനെ തന്നെയാണ്. ഇനി നമ്മള് പിന്നെ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഞാനും എന്റെ കെട്ടിയനൊരു തട്ടാനും മതിയെന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണ്. നമ്മൾക്ക് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് എല്ലാ ഫെസിലിറ്റിയിലുമാണ് നമ്മൾ ജീവിക്കുന്നത് വിചാരിക്കാം. എന്നാൽ പോലും മനുഷ്യനെ നിസാരമാക്കി കളയുന്ന ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. അതായത് ഇപ്പൊ സ്ത്രീകളും കുട്ടികളും മാത്രമാവുന്ന ഒരു നേരത്ത് പെട്ടെന്ന് വീട്ടിൽ ഒരാൾക്കൊരു അസുഖം വരിക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു പാമ്പ് കയറി വരിക, അല്ലെങ്കിൽ ഒരു കള്ളം വരുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര വലിയ തറവാട്ടുകാരായിക്കോട്ടെ, നമുക്ക് വലിയ വലിയ കുടുംബക്കാരുണ്ടായിക്കോട്ടെ, കൂട്ടക്കാരുണ്ടായിക്കോട്ടെ, പക്ഷെ നമുക്ക് ഓടിയെത്താനുണ്ടാവും എപ്പോഴും തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവരോട് എപ്പോഴും നമ്മൾ ചിരിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് സോഷ്യലൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സോഷ്യലൈസേഷന്റെ കമ്പോണന്റ്, സോഷ്യലൈസേഷന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. വെർബൽ എന്ന് പറയുമ്പോൾ സ്പീച്ച് ആണ് അതിനകത്ത് വരുന്നത്, സംസാരം. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറെ സംഗതികളാണ് വരുന്നത്. നമുക്ക് ആദ്യം വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാം അല്ലെ. സംസാരം. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സംസാരം അയാൾക്കൊരു ടാസ്ക് അല്ല. ആൾക്കത് ഈസിയാണ്, അത് വലിയൊരു സ്കില്ലാണെന്നൊന്നും ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയല്ല. എല്ലാവർക്കും
ചിലപ്പോൾ സംസാരിക്കാൻ മടിയുള്ളവര്, പേടിയുള്ളവര്, നാലാളെ കാണുമ്പോൾ സംസാരിക്കാൻ ഇച്ചിരി ചമ്മലുള്ളവര്, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ചുറ്റും ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കാതിരുന്ന, സോഷ്യലൈസ് ചെയ്യാണ്ടിരുന്നാല് നമ്മളെ കുറിച്ച് രണ്ട് തരത്തിലാണ് ഒരു ചിത്രം വരിക. ഒന്ന്, സംതിങ് റോങ്, അയാൾക്ക് എന്തോ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള രീതി. ആരോ അതല്ലെങ്കിൽ വരിക എങ്ങനെയാ, അയാൾക്ക് ഭയങ്കര ജാടയാണ്, അല്ലെ? അങ്ങനെ ആരോടും മിണ്ടൂല, ഭയങ്കര അഹങ്കാരാണ്. ഈ രണ്ട് രീതിയിലും ചിത്രീകരണം വരും. ആക്ച്വലി ഇയാൾക്ക് മടിയോ പേടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ചിത്രീകരണം വരെ ഈ രണ്ട് രീതിയിലായിരിക്കും. അങ്ങനെയാണ് സാധ്യത. ഇത്തരത്തിലുള്ള ആളുകള് പരമാവധി സംസാരിക്കാനും ആ ഒരു മടിയും പേടിയും ഒക്കെ, ആ ഒരു വിമുഖതയൊക്കെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ക്രൗഡ് കൂടുന്ന ഏരിയയിലൊക്കെ പരമാവധി ഒരു പോവുക, കല്യാണങ്ങളില്, പിന്നെ അതുപോലെ പ്രോഗ്രാംസിൽ, മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരൊരു തീരുമാനം എടുത്തിട്ട് വേണം പോവാൻ. ഇന്ന് മിനിമം ഒരു 10 പേരെങ്കിലും ഞാൻ പരിചയപ്പെടും, പുതുതായിട്ട് ഒരു 10 പേരെങ്കിലും എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് വരും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് പോവാം. ഇത് നമ്മളിങ്ങനെ അവിടെ ചെന്നിട്ട് എന്താ, ഒരു ഹായ് പറയണം, ഒരു ഹലോ പറയണം, അല്ലെങ്കിൽ ഒരു സലാം പറയണം. നേരത്തെ പരിചയമുള്ളവരാണെങ്കിൽ എപ്പോഴാ വന്നത്, എങ്ങനെയാ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. ഇനി ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ഒരു സലാം പറഞ്ഞിട്ട് പരിചയപ്പെടാം, പേര് ചോദിക്കാം, പിന്നെ സ്ഥലം ചോദിക്കാം, എന്താ ചെയ്യണത്, എവിടെയാ ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം, അല്ലെ? ശരി, നമുക്ക് ഇനി കാണാന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പിരിയാം. ഇങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുക, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം കൂട്ടുക, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എപ്പോഴും വലുതാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. നമുക്ക് ഓരോ നാട്ടിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത്രയും നമ്മുടെ ലൈഫ് ഈസി ആവും. കാരണം നമ്മുടെ ഓരോ നാട്ടിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെങ്കിലോ, നമ്മുടെ എന്തെങ്കിലും അങ്ങോട്ട് ബൈ ചാൻസിൽ പോകുമ്പോൾ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണ്, നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമായിട്ട് വരികയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഈ സുഹൃത്തുക്കളെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? മനുഷ്യൻ നമുക്ക് ആരെയും എവിടെയും പരിചയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി എന്താണ്, പ്രയാസത്തിലാവുകയാണ്. നമ്മളൊരു പൊട്ടങ്കനത്തിൽ തവളയായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരിക. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എപ്പോഴും വലുതാക്കാൻ നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകവും വിശാലമായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ പരമാവധി എല്ലാവരെയും പരിചയപ്പെടുക, അതൊരു ടാസ്ക് ആയിട്ട് എടുക്കുക അത്തരത്തിലുള്ള ആളുകൾ. ഇനി സംസാരത്തിനെ കുറിച്ച് പറയുമ്പോൾ, സംസാരം ഒരു കലയുമാണ്, അതൊരു കൊലയുമാണ്. നമ്മളത് കലയാക്കി മാറ്റാനാണ് നോക്കേണ്ടത്. ചില ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് മതി വരില്ല, ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും അവരുടെ കൂടെ ഇരിക്കുമ്പോ തന്നെ. നമുക്ക് തമാശയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഉരുളക്കുപ്പേരി പോലെ കൗണ്ടർ പറഞ്ഞിട്ട് നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അവരൊന്നും സീരിയസ് ആയിട്ട് എടുക്കൂല. സീരിയസ് ആയിട്ട് പറയുന്നതാണെങ്കിൽ പോലും അതൊരു വലിയൊരു ഹ്യൂമർ ടച്ച് ഉണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു ടീച്ചറുണ്ട്, അനുഷ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും അനുഷ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ കൂട്ടത്തില്. കാരണം അനുഷ ഒന്നും സീരിയസ് ആക്കി എടുക്കൂല, എല്ലാത്തിനും ഭയങ്കര കോമഡി ആയിട്ടാ സംസാരിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ അടുത്തൊരു CRE പ്രോഗ്രാമിന് പോകാൻ നിൽക്കുന്നുണ്ട് ജൂലൈയിൽ. അപ്പൊ ഞാൻ ആദ്യം അനുഷനെ വിളിച്ചു, അനുഷ നിന്റെ കൂടെ, എന്റെ ഒരുമിച്ച് പഠിച്ചതുപോലുമല്ല, എന്റെ സീനിയറാ, പക്ഷെ ആളുടെ ഒരു സംസാരം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകണേ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിരിക്കും. നമ്മളെ അനുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച്. നമ്മളൊരു പെരുന്നാളൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ വെയിറ്റ് ചെയ്യില്ലേ, അതുപോലെയാണ് ഞങ്ങൾ ആ ഒരു യാത്രയെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു വന്നത് സംസാരത്തിനെ കുറിച്ചാണ്. സംസാരത്തിന് അത്രയും ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഇതുപോലെ തന്നെ സംസാരം ഒരു കൊലയാക്കി മാറ്റാനും കഴിയും, അല്ലെ? ചില ആളുകളുണ്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലാണ്ട് പറയില്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രമേ കാണുള്ളൂ, അത് മാത്രമേ അവർ ചൂണ്ടിക്കാണിക്കുള്ളൂ. ആ വ്യക്തി ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അങ്ങനെ സംസാരം ആ രീതിയിലാക്കി മാറ്റാനും കഴിയും. പിന്നെ കുട്ടികളിലുള്ള സംസാരം എന്ന് പറഞ്ഞാല്, കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നത് 1 വയസ്സാവുമ്പോഴാണ്. 1 വയസ്സാവുമ്പോൾ ഒരു 1 വേർഡ് പറയാൻ തുടങ്ങും. 1.5 വയസ്സ് 2 വയസ്സാവുമ്പോഴേക്ക് ഏകദേശം ഒരു 50 വേർഡ്സ്, 50 വേർഡ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 2-3 വയസ്സാവുമ്പോഴേക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. 2 വേർഡ്സ് ഒക്കെ ഉള്ള സെന്റൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അതൊരു 3-4 വയസ്സാവുമ്പോൾ വലിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 4-5 വേർഡ്സ് ഉള്ള വലിയ സെന്റൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെയാണ് കുട്ടികളിലുള്ളൊരു ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു
ഡെവലപ്മെന്റ് വരുന്നത്. ഇനി വീട്ടിൽ നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പുറത്തിറങ്ങിയാൽ സംസാരിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരമാവധി സോഷ്യൽ ഫംഗ്ഷൻ ആൾ കൂടുന്നിടത്തൊക്കെ കൊണ്ടുപോവുക. അവരെ കൊണ്ട് പുതിയ ആളുകളെ കാണുമ്പോൾ ഹായ് പറയാൻ പറയാ, സലാം പറയാൻ പറയാ, പേര് ചോദിക്കാൻ പറയാ, സുഖമാണോ എന്ന് ചോദിക്കാൻ പറയാ. ക്രമേണ അവരത് പ്രാക്ടീസ് ചെയ്തോളും. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് കുട്ടികളിൽ ഒരു സംസാരത്തിന്റെ ഒരു അവസ്ഥ വരുന്നത്. ഞാൻ കൂടുതലായിട്ട് എങ്ങനെയാന്ന് പറയാം. അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനിൽ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഇതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഐ കോണ്ടാക്ട്. അതായത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ സോഷ്യലൈസേഷൻ കിടക്കുന്നത് ഐ കോണ്ടാക്റ്റിൽ. ഐ കോണ്ടാക്റ്റിലൂടെയാണ് ഒരു മനുഷ്യന്റെ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങില് സോഷ്യലൈസേഷൻ തുടങ്ങുന്നത് ഐ കോണ്ടാക്റ്റിലൂടെയാണ്. ആ വ്യക്തി, ആ കുട്ടിക്ക്, ഒരു ഇൻഫാന്റിന് 2 മാസം, ഒരു 6 മുതൽ 8 ആഴ്ച വരെ ആകുന്ന ആ ഒരു സമയത്ത്, ഒരു 2 മാസം ആവുന്ന സമയത്താണ് ഐ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുണ്ടോന്ന് എങ്ങനെയാ നമ്മൾ അറിയാം? നമ്മൾ കുട്ടീനെ പേര് വിളിച്ചു നോക്കാം. അതും ശ്രദ്ധിക്കണം, എപ്പോഴും ഒരു പേര് തന്നെ വിളിക്കണം. അപ്പോഴേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ തന്നെയാ വിളിക്കുന്നത്. അങ്ങനെ പേര് വിളിച്ചു നോക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അമ്മമാരുടെയൊക്കെ വോയിസസ് ഫെമിലിയർ ആയിരിക്കും, മുഖം ഫെമിലിയർ ആയിരിക്കും. അങ്ങനെ നമ്മൾ വിളിച്ച് നമ്മളിങ്ങനെ കളിപ്പിക്കുമ്പോൾ, കൊഞ്ചിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് കുട്ടി നോക്കുന്നുണ്ടോ? പിന്നെ നല്ല കളർഫുൾ ഒബ്ജക്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ടോ? നല്ല എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഐ കോണ്ടാക്ട് ഉണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. 2 മാസം കഴിഞ്ഞിട്ടും ഐ കോണ്ടാക്ട് ഇല്ല എങ്കിൽ അത് ഒരു ഡെവലപ്മെന്റൽ ഡിലേ ആണ്. അപ്പൊ നമ്മൾ അവിടെ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. കാരണം ഈ ഐ കോണ്ടാക്ട് ഇല്ലാത്തതാണ് പല ഡിസോർഡറുകളുടെയും ഒരു പ്രധാന ലക്ഷണം. എസ്പെഷ്യലി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കുട്ടികൾ ചലഞ്ച് അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെയാണ്, സോഷ്യലൈസേഷനിലാണ്. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷനിലും അതുപോലെ ഐ കോണ്ടാക്റ്റിലുമാണ്. അതുകൊണ്ട് ഐ കോണ്ടാക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 months കഴിഞ്ഞിട്ടും അതില്ല എങ്കിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഒന്ന് ഐ കോണ്ടാക്ട്, രണ്ടാമത് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പൊ അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് സോഷ്യൽ സ്മൈലിനെ കുറിച്ചാണ്. അല്ലെ, പുഞ്ചിരിയോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ സ്കില്ല് വേറെ ഉണ്ടാവും. നബിവചനം തന്നെ എന്താണ്? പുഞ്ചിരി ഒരു സ്വതക്കയാണ്. സ്വതക്ക എന്ന് പറഞ്ഞാല് നമ്മളൊരാൾക്ക് പൈസ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യുന്നതിന്, എന്തെങ്കിലും വസ്ത്രങ്ങളോ അങ്ങനെയൊക്കെ കൊടുക്കുന്നതിനെയാണ് സ്വതക്ക എന്ന് പറയാം. അത്രയും പൈസ ഒക്കെ കൊടുക്കുന്ന ആ ഒരു സാധനത്തിനോടാണ് നമ്മൾ പുഞ്ചിരിനെ ഉപമിച്ചിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം അതിന്റെ പ്രാധാന്യം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഒരാൾക്ക് നമ്മളൊരു ക്യാഷ് കൊടുത്താൽ അയാളുടെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാനേജ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പുഞ്ചിരി കൊടുത്താലോ അയാളുടെ ഉള്ളിൽ കുറെ പോസിറ്റിവിറ്റി വന്ന് നിറയാണ്, അല്ലെ? അയാൾക്ക് കുറച്ച് കോൺഫിഡൻസ് വരികയാണ്. പുഞ്ചിരി എന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ കംഫർട്ട് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പുഞ്ചിരിയിലൂടെ. പുഞ്ചിരി അത്രയും പുഞ്ചിരിക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനി കുട്ടികളിൽ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് പോലെ തന്നെ 2 മാസം പ്രായമാകുമ്പോഴാണ് കുട്ടികളിൽ സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്നെ എങ്ങനെയാ? കുട്ടികളെ നമ്മൾ കളിപ്പിക്കുമ്പോൾ, അല്ലെ, പേര് വിളിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ, പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പോൾ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തലോടുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുട്ടികൾ പുഞ്ചിരിക്കും. അമ്മമാരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഏറ്റവും പരിചയമുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ കുട്ടികൾ പുഞ്ചിരിക്കും. ഇത് നമ്മൾ കാണുന്നില്ല എങ്കിൽ, 2 മാസം കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ ഐ കോണ്ടാക്ട് പോലെ തന്നെ അതും ഒരു ഡെവലപ്മെന്റൽ ഡിലേ ആണ്. നമ്മളോട് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. കാരണം ഈ സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്കില്ലിന്റെ ഭാഗമാണ്. സോഷ്യൽ സ്കിൽ ഇല്ലാതാവാന്ന് പറഞ്ഞാൽ അതൊരു ഡിസബിലിറ്റിയുടെ ഒരു ലക്ഷണമാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗസ്റ്റേഴ്സ് ആണ്. ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ പറയില്ലേ, നമ്മളൊന്ന് സംസാരിക്കുമ്പോഴല്ല ഇടയ്ക്കുള്ള മൗനങ്ങളിലാണ് കൂടുതൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് പറയാറില്ലേ? അത് ശരി തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗസ്റ്റേഴ്സ്, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പറയുന്നതിനേക്കാൾ കൂടുതൽ സത്യങ്ങൾ, കൂടുതൽ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഗസ്റ്റേഴ്സിന് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റിലും അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിലും ഒക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 1 വയസ്സാകുന്ന ഒരു കുട്ടി ഒരുപാട് ഗസ്റ്റേഴ്സ്, കുറച്ച് അധികം ഗസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതായത് ക്ലാപ്പ് ചെയ്യാം,
തംസപ്പ് ചെയ്യാം, ഹൈഫൈ ചെയ്യാം, അങ്ങനെ ഹായ് പറയാം, ബായ് പറയാം, അതുപോലെ ഇങ്ങനെ എഗ്രി ചെയ്യുന്ന രീതിയിൽ തല നോട്ട് ചെയ്യാം, അതുപോലെ ഇങ്ങനെ ഡിസഗ്രി ചെയ്യുന്ന രീതിയിൽ തല അങ്ങനെ ഷേക്ക് ചെയ്യാം, അതുപോലെ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമല് രണ്ടും അങ്ങനെ ഷേക്ക് ചെയ്യാം, അതുപോലെ പോയിന്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഇങ്ങനെ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെയുള്ള കുറെ ഗസ്റ്റേഴ്സ് ഒരു വയസ്സാവുമ്പോ തന്നെ കുട്ടികൾ യൂസ് ചെയ്തിട്ട് പഠിക്കണം. അതവർക്ക് കഴിയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക. ഒരു വയസ്സായ കുട്ടി അല്ലെങ്കിൽ 1.5 വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ ചെയ്യുന്നത് അവരെ കാണണം. അല്ലെ, നമ്മൾ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പോഴോ അയൽപക്കക്കാർ വരുമ്പോഴോ ഒക്കെ സലാം പറയാൻ പറയാം, അല്ലെങ്കിൽ ഹായ് പറയാൻ പറയാം, അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കാണിക്കാം. അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ എന്താ, അതിങ്ങ് താന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ. ആ രീതിയിൽ കുട്ടികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അവരത് പഠിച്ചോളും. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐ കോണ്ടാക്ട് പറഞ്ഞു, പിന്നെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറഞ്ഞു, ഗസ്റ്റേഴ്സ് പറഞ്ഞു. ഇനിയുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് ബോഡി ലാംഗ്വേജ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വായിച്ചെടുക്കാനാവും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന, ഞാനൊരു കഥ പറയട്ടെ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കും, അല്ലെ. അതെന്താ, കഥ കേൾക്കാൻ നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കൊരു കാര്യം കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മളോട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നിൽക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി ഇങ്ങനെ ചെന്നിട്ടിരിക്കുക. അതുപോലെ ഒരിക്കലും ഇങ്ങനെ കൈ വെക്കരുത്. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ റെഡി അല്ല എന്നുള്ളതാണ്. മറിച്ച് ഇങ്ങനെ കൈ ഓപ്പൺ ആയിട്ട് നിൽക്കുക. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ റെഡിയാണ്, നിങ്ങൾ പറയുന്ന കേൾക്കാൻ റെഡിയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് അവിടെ പാസ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ കോണ്ടാക്ട്. അയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയ ആൾ മനസ്സിലാക്കുക എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടോപ്പിക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ എപ്പോഴും ഐ കോണ്ടാക്ട് നേരെ ആയിരിക്കാം, ഒരു ഫേം ഹാൻഡ് ഷേക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് നല്ല ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഒരു സോഷ്യൽ സ്കില്ലിന്റെ കമ്പോണൻസ് ആണ്. ഇതുപോലെയുള്ള മറ്റു കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഒന്ന് ഫോളോ ഡയറക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫോളോ റൂൾസ് ആണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അല്ലെ. ഇതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് അവരെ കാണണം. അതായത് കുട്ടികൾ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും കൂടെ കൂട്ടുക, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൂട്ടുക. അപ്പൊ നമ്മൾ 2 വീലറിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക, 4 വീലറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക, നോ പാർക്കിങ്ങിലൊന്നും കൊണ്ട് പോയി വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തോന്നുന്നിടത്തൊക്കെ വലിച്ചെറിയാതെ ഒരു വേസ്റ്റ് ബിൻ കാണുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളിത് ചെയ്തതിന് ശേഷം കുട്ടിയോട് പറയണം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിയമത്തിനെതിരാണ് ചെയ്യുന്നത്, അപ്പൊ നമ്മളെ പോലീസ് പിടിക്കും. കാരണം നമ്മൾ ആന്റി സോഷ്യൽ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവരത് ഇമിറ്റേറ്റ് ചെയ്യും, നമ്പർ 1. പിന്നെ ഇമിറ്റേറ്റ് ചെയ്യിക്കാനുള്ള, ഇത് പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാല് പ്ലേ ആണ്. പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ പ്ലേനെ കുറിച്ച്. അത് വിപിൾ അക്കാഡമിയുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്ലേനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലേ എന്നുള്ളത് തന്നെയാണ് റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഇനി വേറൊരു സോഷ്യൽ കമ്പോണന്റ് ആണ് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ല, പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്ന ആളെ നമ്മൾ ബോധ്യപ്പെടുത്തുക വേണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഐ കോണ്ടാക്റ്റും ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും ഒക്കെ. അതുപോലെ ഇടയ്ക്ക് അയാളെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം, സംശയങ്ങൾ ചോദിക്കണം, ഇടയ്ക്ക് ആശ്ചര്യം പ്രകടിപ്പിക്കണം, ഇടയ്ക്ക് അയാൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സമാശ്വസിപ്പിക്കണം. ഇനി ചിരിക്കുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചിരിക്കണം, അല്ലെ. ആ രീതിയിൽ അയാൾ എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴാണ് എന്നെ പരിഗണിക്കുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. ആ രീതിയിലായിരിക്കണം നമ്മുടെ ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളിൽ ഈ ലിസണിങ് സ്കില്ലാണ് ഭാവിയിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ ആയിട്ട് മാറുന്നത്. അത് നമുക്ക് ഇവര് സ്കൂൾ ഏജ് തുടങ്ങുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാവുക. അറ്റൻഷൻ ഇല്ല, പഠിക്കുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുക.
പിന്നെ ഉള്ളൊരു സോഷ്യൽ കമ്പോണന്റ് ആണ് വേറൊന്നാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഷെയറിങ്ങിനോളം അത്രയും അല്ലെ, പങ്കുവെക്കലിനോളം അത്രയും മനോഹരമായ വേറെന്താ ഉള്ളത്? നമ്മൾ ഒറ്റയ്ക്ക് ഒരു മിഠായി കഴിക്കുന്നത് പോലെയല്ല, അതൊരു കഷ്ണാക്കിയിട്ട് മറ്റൊരാൾക്ക് കൂടി കൊടുക്കുമ്പോൾ അതിന് മധുരം കൂടും അല്ലെ. പിന്നെ നബിവചനം പോലും അതല്ലേ, നമ്മുടെ അയൽക്കാരൻ പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് നബി പറയുന്നത്. അതായത് വലിയൊരു മെസ്സേജാണ് ആ പാസ് ചെയ്തത്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക, അയൽക്കാരൻ പട്ടിണി എടുക്കാം, അതിലെന്ത് ലോജിക്കാണുള്ളത്? അപ്പൊ ഉള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളൊരു വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. ഷെയറിങ് കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. അവരുടെ ടോയ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറയണം. അതുപോലെ എന്തെങ്കിലും മിഠായികൾ, സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതും ഒരുമിച്ച് ഒന്നായിട്ട് കൈ കൊടുക്കരുത് ഒരു കുട്ടികളും വിചാരിച്ചിട്ട്. അത് വീട്ടിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോഴാണ് ആ കുട്ടി ഷെയറിങ്ങിന്റെ ഒരു രീതി കുട്ടി പഠിച്ചെടുക്കുള്ളൂ. നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ കാണണം. വേറെ ഒരു സോഷ്യൽ കമ്പോണന്റ് ആണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. സ്ട്രോങ് സോഷ്യൽ സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആൾക്ക് റീസണിങ് പവർ ഉണ്ടായിരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും. കാരണം രണ്ടാളുകൾ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ രണ്ടാളെയും അനുനയിപ്പിച്ചിട്ട് സംസാരിക്കാൻ കഴിയണം അല്ലെ. സംസാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അതൊരു ട്രിക്കാണ്, അതൊരു കലയും കൂടെയാണ്. ഞാൻ ചെറിയൊരു കഥ ഓർത്തു പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും, സന്ദർഭവശാൽ അത് പറയാണ്. അതായത് ഒരു അമ്മായിമ്മയും മരുമോളും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സ്വാഭാവികമായിട്ട് ആ ഹസ്ബൻഡാണ്. പിന്നെ അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഇയാൾ ഒരു ദിവസം ഇയാളുടെ ഭാര്യനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മേനെ നിനക്ക് ഇഷ്ടമല്ല, അമ്മ നിന്നെ നല്ലോണം ഇടങ്ങാറാക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പൊ അതൊക്കെ അങ്ങ് തട്ടിക്കളയാം. അപ്പൊ ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞാൽ അത് മനസ്സിലാവും, പെട്ടെന്ന് നമ്മൾ പിടിക്കപ്പെടും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതൊരു നൈസായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യാന്ന്. നീ എന്ത് ചെയ്യണം, ഞാൻ നിനക്കൊരു ഇല തരും, ആ ഇല ഇന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നീ അതിൽ ആഡ് ചെയ്യണം. മാത്രമല്ല നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ മറ്റേ ജോളി സ്റ്റൈൽ ഉണ്ടല്ലോ, അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന രീതി നമുക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ നീ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം, നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. മാത്രമല്ല അമ്മേനോട് നല്ല സ്നേഹത്തിൽ നല്ലോണം കെയർ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഞാൻ നിൽക്കണം. അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടും, നമ്മൾ പിടിക്കപ്പെടും. അപ്പൊ ആ രീതിയിൽ നീ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇല ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ എന്ത് ചെയ്യും, അപ്പൊ അതൊക്കെ അവരങ്ങ് തീർന്നിട്ടിക്കോളും. നീ റെഡി ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ മരുമക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നേക്കുമായിട്ട് ഒരു ശല്യങ്ങൾ ഒഴിവാകാണ്. അങ്ങനെ ഇവളെന്ത് ചെയ്തു, ഈ ഇല ചേർക്കും, നല്ല രീതിയിൽ കുക്ക് ചെയ്യും, അമ്മേനോട് നല്ല സ്നേഹത്തിൽ പെരുമാറും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അമ്മന്റെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായി. കാരണം മരുമോൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. അമ്മായിമ്മ ടോട്ടലി മാറി. ഈ കൊല്ലുന്ന കാര്യം മരുമോള് മറന്നുപോയി. കാരണം പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല, അമ്മായിമ്മന്റെ പെരുമാറ്റം ടോട്ടലി മാറി. ഇവിടെ എന്താ വിജയിച്ചത്, ആ ചെക്കന്റെ സംസാരമാണ് അല്ലെ. ഈ പെൺകുട്ടിന്റെ ഹസ്ബൻഡിന്റെ സംസാരം കൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പൊ സംസാരം ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കോൺഫ്ലിക്റ്റുകളെയും നമുക്ക് പരിഹരിച്ചിട്ട് പോകാൻ പറ്റും. അതൊരു സ്കില്ലാണ്. അടുത്തൊരു സോഷ്യൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എമ്പതി. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ് എമ്പതി എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുക, അത് സ്വന്തം വിഷമം പോലെ അത് മനസ്സിലാക്കാൻ കഴിയുക, പറ്റുമെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് മാറാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തിങ്ക് യുവർ സെൽഫ് ഇൻ അതേഴ്സ് ഷൂ എന്നാണല്ലോ പറയാം അല്ലെ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളായിട്ട് മാറുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആക്റ്റീവ് ലിസണർ ആയിട്ടുള്ള, കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ജെന്യുവൻ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എമ്പതി ഉണ്ടാവുള്ളൂ. കുട്ടികൾ നമുക്ക് എമ്പതി പല രീതിയിലും പ്രാക്ടീസ് ചെയ്യാം, നമ്മളത് അടുത്ത് പറയും. ബേസിക്കലി ഇമോഷൻസിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന് എമ്പതിയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായിക്കോളും. കുട്ടികൾ കയ്യിൽ അങ്ങനെ എമ്പതറ്റിക് ബിഹേവിയർ കാണുമ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും വേണം. അങ്ങനെയൊക്കെയാണ് എമ്പതി കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി വേറൊരു സോഷ്യൽ സ്കില്ലാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ യൂസ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിനുള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത്.
എല്ലാ സമയത്തും നമ്മൾ തോന്നിയതുപോലെ പെരുമാറാൻ പറ്റില്ല ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അല്ലെ. പല വികാരങ്ങളും നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല നമുക്ക് പൊട്ടിത്തെറിക്കണം തോന്നിയാൽ ചില സമയത്ത് അതിന് പറ്റൂല. അപ്പൊ ആ ഒരു പക്വത നമ്മൾക്ക് ഉണ്ടായിരിക്കണം. കുട്ടികളിൽ എങ്ങനെയാണ് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പൊ അവരെയും കൂട്ടി നമ്മളിങ്ങനെ പോവുകയാണ്. എന്തോ ഒരു സാധനം അവർ ആവശ്യപ്പെട്ടു, നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കത് വാങ്ങണ്ട, നമുക്ക് പിന്നെ ഒരിക്കലും വാങ്ങാന്ന് പറയുമ്പോൾ അവർ ബഹളം വെക്കുകയാണെങ്കിൽ അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ ഇല്ല. അല്ല അവര് ഓക്കെ നമുക്ക് പിന്നെ വാങ്ങാന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് TV കാണാൻ, ഫോൺ ഉപയോഗിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കറിയാം എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം അത് ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ TV ഒക്കെ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ അവിടെ ആ കുട്ടിക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട് നമുക്ക് പറയാം. അതുപോലെ മറ്റുള്ളവർ വിഷമിക്കുന്ന കാണുമ്പോൾ അവിടെ ഒരു എമ്പതറ്റിക് ആയിട്ട് പെരുമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവനവന്റെ ഇമോഷൻസിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് നല്ല ഹാപ്പിയാണ്, ഇങ്ങനെയൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട് ആ കുട്ടികൾക്ക്. അതുപോലെ അവരുടെ ഒരു സെൽഫ് അവയർനെസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുകളൊന്നും ഇല്ല എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും എന്താണ് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ഒരു 4 വയസ്സാവുമ്പോഴാണ് കുട്ടികൾക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടായി തുടങ്ങുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സോഷ്യൽ സ്കില്ലിന്റെ കുറെ കമ്പോണൻസിനെ കുറിച്ചാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും പറഞ്ഞു. പിന്നെ ആക്റ്റീവ് ലിസണിങ്, ഷെയറിങ്, എമ്പതി, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അങ്ങനെയുള്ള കുറെ സംഗതികൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഇതൊന്നും ഇല്ലാത്ത കുട്ടികളിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ലാത്ത കുട്ടികളിൽ എങ്ങനെ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാന്നുള്ളതാണ്. അതിനൊരുപാട് വഴികളുണ്ട്. നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു സോഷ്യൽ സ്കില്ലിന്റെ ഏറ്റവും ബേസിക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. മാത്രമല്ല ഈ ഒരു ഐ കോണ്ടാക്റ്റിന് വേറെയും ബെനിഫിറ്റ് ഉണ്ട്. അക്കാഡമിക് ഏരിയയിലൊക്കെ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടിയുടെ സ്കൂൾ ഏജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടി പഠിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള മിക്ക പാരന്റ്സ് പരാതി പറയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല, അറ്റൻഷൻ ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. നമുക്ക് ചെറിയ മക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒളിച്ചു കളി കളിക്കാം, ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് ഇങ്ങനെ കളിക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ മുഖത്തേക്ക് അവർ നോക്കുക, ആ കളിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ ഫേസ് മാസ്ക് ഉണ്ടാക്കുക. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാർട്ടൂൺ കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിന്റെ പിക്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്ക് നമുക്കും ഉണ്ടാക്കാം, കുട്ടികൾക്കും ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം. അത് രണ്ടുപേരും ഫേസ് മാസ്ക് വെക്കുക, എന്നിട്ട് ഇങ്ങനെ കളിക്കുക. അത് രണ്ടുപേരും ഒരുമിച്ച് കണ്ണാടിയിൽ നോക്കുക, രണ്ടുപേരും ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്താണെന്നറിയാം, ഈ ചിത്രപ്പണികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചുകൂടെ നേരം അവര് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ബബിൾസ് ഉണ്ടാക്കുക. ബബിൾ ബ്ലോയിങ് ആണ്. അപ്പൊ അത് ബബിൾസ് മേക്ക് ചെയ്യുമ്പോൾ ആ കുപ്പി ഉണ്ടല്ലോ ബബിൾസ് ഉണ്ടാക്കുന്ന ബോട്ടില്, അത് നമ്മുടെ ഫേസിന്റെ നേരെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ചു നേരം. എന്നിട്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്, റെഡി സ്റ്റഡി, എന്നിട്ട് അത് പിന്നെ എന്തെങ്കിലും നിർത്തിയിട്ട് പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ല ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, റെഡി സ്റ്റഡി, നീ നോക്കുന്നുണ്ടല്ലോ അല്ലെ, ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്, അപ്പൊ നമ്മൾ ബബിൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം നമ്മളെ സംസാരം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ആ നേരത്തൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കോ. എന്നിട്ട് ബബിൾസ് ഉണ്ടാക്കുക. മെയിൻ ആയിട്ട് ബബിൾസ് ഉണ്ടാക്കലല്ല, നമ്മളീ പറഞ്ഞിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കലാണല്ലോ നമ്മളെ ലക്ഷ്യം, ഐ കോണ്ടാക്ട്. അപ്പൊ ഇതിങ്ങനെ കുലുക്കിക്കൊണ്ട് ഈ സംസാരം എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത്ര നേരം ഐ കോണ്ടാക്ട് നമുക്ക് പിടിച്ചു നിർത്താം. അതുപോലെ ബോൾ പ്ലേ അല്ലെ, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ബോൾ ഉരുട്ടി കൊടുക്കും, അല്ലെങ്കിൽ ബോൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും, അങ്ങനത്തെ കളികളൊക്കെ കളിക്കാറുണ്ട്. അവിടെ നമുക്ക് ഈ ഐ കോണ്ടാക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ ഇപ്പൊ അറിയാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ച് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ കുട്ടിയുടെ ഐ കോണ്ടാക്ട് കുറെ ഡെവലപ്പ് ചെയ്ത് വരും. അതുപോലെ പറ്റുമെങ്കിൽ മുഖത്ത് ചിത്രപ്പണികൾ ചെയ്യാം, ബട്ടർഫ്ലൈ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രപ്പണി. അപ്പൊ അങ്ങനത്തെ ഇങ്ങനെ
നമ്മളിങ്ങനെ ഓരോ നാവൊക്കെ പുറത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കളിക്കൂലേ, ആ രീതിയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ പരമാവധി നമ്മളെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങും. പിന്നുള്ളത് ഫിംഗർ പപ്പറ്റ്സ്. പപ്പറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫിംഗേഴ്സിലൊക്കെ വരിക, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം നമ്മുടെ ഈ ഭാഗത്ത്, ഫേസിന്റെ ഒക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോഴും ഈ കണ്ണിൽ നോക്കല് അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഐ കോണ്ടാക്ടിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഐ കോണ്ടാക്ട് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കാം. എമ്പതി എമ്പതി എന്ന് പറഞ്ഞ സ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാം. ഒന്ന്, ഇമോഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അല്ലെ? ഇമോഷൻസിനെ കുറിച്ച്, സങ്കടം, സന്തോഷം, ദേഷ്യം, ഇങ്ങനെയുള്ള ഇമോഷൻസിനെ കുറിച്ചൊക്കെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് റോൾ പ്ലേ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബസ്സിലുള്ള റോൾ പ്ലേ നടത്തുക നമ്മള്. ഒരു ബസ്സിൽ ഒരാള് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഒക്കെ ആയിട്ടിരിക്കുക, കുറെ യാത്രക്കാർ. യാത്രക്കാരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യാത്രക്കാരിൽ ഗർഭിണി ഉണ്ടായിരിക്കണം, കുട്ടീനെ എടുത്തിരിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരിക്കണം, വയസ്സായവരുണ്ടായിരിക്കണം, എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കണം, അംഗവൈകല്യമുള്ളവർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കളി കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തർ ബസ്സിൽ കയറുമ്പോൾ കുട്ടി ഇരിക്കുകയാണെങ്കിൽ അവർക്ക് സീറ്റ് ഷെയർ ചെയ്യാൻ പറയാം. ഒന്നുകിൽ അവിടുന്ന് എണീറ്റ് കൊടുക്കുക, എന്നിട്ട് അവരോട് ഇരിക്കാൻ പറയാം. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, റെസ്പെക്ട് പഠിക്കുകയാണ്. അതുപോലെ അവർക്ക് സീറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയറിങ് പഠിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഉള്ളിലൊരു എമ്പതി, അവരുടെ ആ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഒരു ഗർഭിണിയാകുമ്പോൾ ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ല, അല്ലെ? കുട്ടീനെ എടുത്തിട്ട് ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ല. വയസ്സായ ഒരാൾക്കും നിൽക്കാൻ പ്രയാസമാണ്. അംഗവൈകല്യങ്ങളുള്ള ഒരാൾക്കും ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അവര് സീറ്റ് അർഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എമ്പതി നമുക്ക് ഈ ബസ്സിനെ വെച്ചിട്ടുള്ള റോൾ പ്ലേയിലൂടെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. പിന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമ്പത്തറ്റിക് ആയിട്ടുള്ള ബിഹേവിയറുകൾ കണ്ടാൽ നമ്മൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാം. ചെയ്തത് നന്നായി, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഹഗ് ചെയ്യുക, ഒരു കിസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. കുട്ടികളെ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ നോക്കും. പിന്നെ ടീം പ്ലേകൾ ഉണ്ടല്ലോ, ഫുട്ബോൾ, ക്രിക്കറ്റ് പോലത്തെ, പിന്നെ റൂൾസ് ഒക്കെ വെച്ചിട്ട് കളിക്കുന്ന പ്ലേ. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് കുട്ടികൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രോബ്ലം സോൾവിങ് അതവിടെ എന്തായാലും നടക്കും. കാരണം ഉറപ്പായിട്ടും ടീം കളിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ വഴക്കുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ കുറച്ച് ആൾക്കാർ വരും. കുറച്ച് ആൾക്കാരല്ല, ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് എപ്പോഴും വരും. ഇവർക്ക് സ്ട്രോങ് സോഷ്യൽ സ്കിൽ ഉള്ളവരാ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടായിരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഈ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഇവർക്കറിയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ടീം പ്ലേയിലൂടെ ഒരു ലീഡർ ഫോം ചെയ്യും, അല്ലെ? ഒരു നേതാവ് അവിടെ ഉയർന്നു വരും. കുട്ടികൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി പഠിക്കും, അതുപോലെ എമ്പതി പഠിക്കും, ഇമോഷണൽ റെഗുലേഷൻ പഠിക്കും. കാരണം ചിലപ്പോ ചില തീരുമാനങ്ങൾ, കളിയിൽ ബാക്കിയുള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ പൊട്ടിത്തെറിക്കാനോ വിഷമിപ്പിച്ചിട്ടാണോ തെറ്റിപ്പോയാലോ നമുക്കാണ് നഷ്ടം. നമ്മളെ കളിയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളൊരു കാര്യം അറിയാവുന്നതുകൊണ്ട് നമ്മൾ അത് അടക്കി പിടിച്ചിട്ടാണ് നിൽക്കും. അപ്പൊ ഇമോഷണൽ റെഗുലേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റോൾ പ്ലേയിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്. അല്ല, ടീം പ്ലേയിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ റൂൾസ് ഫോളോ ചെയ്തിട്ട് കളിയാണല്ലോ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രൗണ്ടിന് പുറത്താണ് എന്റെ സ്ഥാനം. അപ്പൊ ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോഴും റൂൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ സ്ഥാനം സമൂഹത്തിന് പുറത്താണ്, ഞാൻ ആന്റി സോഷ്യൽ ആയിട്ട് മാറും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ആ കളിയിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയൊക്കെ കൂടാന്നുള്ളതാണ്. സംസാരം എങ്ങനെയൊക്കെ കൂട്ടാം, എല്ലാ ഫങ്ഷൻസിനും അവരെ കൂടെ കൂട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പരിചയപ്പെടുന്ന രീതിയിൽ പരിചയപ്പെടാൻ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ 2 മക്കളും വളരെ നേരത്തെ സംസാരം തുടങ്ങിയവരാണ്. അത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ഓരോ ഫംഗ്ഷന് പോകുമ്പോഴാണ് പറയുന്നത്, ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ, അവർക്ക് എത്ര വയസ്സായി? അപ്പൊ 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഒരുപാട് പിന്നെ 2, 3 വേർഡ്സ് ഒക്കെ ഉള്ള വലിയ വലിയ സെന്റൻസുകൾ, ഒരുപാട് വൊക്കാബുലറി ഒക്കെ അപ്പൊ നല്ല ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. വേറെ ഉള്ളവർ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇത്രയും നന്നായിട്ട്. കാരണം ഇവളേക്കാൾ ഒരു വയസ്സിന് മൂത്തവരൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ ഇവള് മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, ഇത്രയൊക്കെ ഇവള് സംസാരിക്കുന്നുണ്ടോ. അപ്പൊ എന്നോട് ചിങ്ങള് നല്ലോണം സംസാരിക്കട്ടോ കുട്ടീനോട്, അതുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചു. കാരണം അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര ബോധേഡല്ലായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിങ്ങനെ റീതിങ്ക് ചെയ്തു കാര്യങ്ങൾ. 2 മക്കളും വളരെ നേരത്തെ സംസാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഞാൻ ഇവര് സംസാരിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഒരു കുട്ടികളെ കളിപ്പിക്കുന്ന രീതിയുണ്ട്. ഞാൻ ഏത് മക്കളെ കണ്ടാലും നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഇപ്പൊ നമ്മുടെ മക്കൾ തന്നെയാണ്, നമ്മളെ സിബ്ലിങ്സിന്റെ ഒക്കെ മക്കളെ കണ്ടാലും ഞാനിങ്ങനെ പാട്ട് പാടിയിട്ട് കളിപ്പിക്കുക. അവരെ പേര് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും കെട്ടിക്കൂട്ടിയ പാട്ടുണ്ടാവും. ഇതിന് ചിലപ്പോൾ ലിപി ഉണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ കൊഞ്ചിച്ചിട്ട് അങ്ങനത്തെ പാട്ട് പാടും. പിന്നെ അപ്പൊ അതുകൊണ്ട് എന്റെ രണ്ട് മക്കളും ഈ കെട്ടിക്കൂട്ടി പാട്ട് പാടുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ പാടുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല. മൂത്തയാള് ചെവി പിടിച്ചിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ടാ പാട്ട് പാടാ. അങ്ങനെ ഒരു 6-7 വയസ്സായപ്പോഴേക്ക് ഒരു 3-4 പാട്ടുകൾ ഉണ്ടാക്കി. 7 വയസ്സല്ല, ഒരു 5 വയസ്സായപ്പോഴേക്ക് 3-4 പാട്ടുണ്ടാക്കി. അർത്ഥമില്ല, ലിപിയില്ല, ഒന്നുമില്ല. കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാവും, പല്ലിങ്ങനെ ഇറുമിയിട്ട് നമ്മളെങ്ങനെ കളിപ്പിക്കും. അവളെ പാട്ട് ഇപ്പൊ ഏകദേശം നിന്നു, 7 വയസ്സായി. പക്ഷെ എന്റെ ചെറിയ ആള് 5 വയസ്സായി, ഇപ്പോഴും പാട്ട് തന്നിട്ടില്ല. അങ്ങനെ വന്നിട്ട് ഒറ്റപ്പെടുത്തുണ്ടാവും നമ്മുടെ ചങ്കില്, എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കും, എന്നിട്ടാണ് പാട്ട് പാടുക. അതിങ്ങനെ കെട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പാടും. ഓള് പക്ഷെ ഒരൊറ്റ പാട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ പാട്ട് ഇതുവരെ നിലച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാ ചിന്തിക്കുന്നത്, ഞാൻ എന്റെ മക്കളെയും എനിക്ക് പരിചയമുള്ള സ്ഥിരമായിട്ട് കാണുന്ന മക്കളൊക്കെ ഇതേപോലെ ഒരു പേര് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും കെട്ടിക്കൂട്ടി പാട്ട് പാടും. അത് എപ്പോഴും പാടും. അവരെ കുളിപ്പിക്കുമ്പോ പാട്ട് പാടും, അവരെ ഓർക്കുമ്പോ പാട്ട് പാടും, അവർ വെറുതെ നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ കൊഞ്ചിച്ചിട്ട് പാട്ട് പാടും. ഇപ്പൊ എന്റെ എന്താ പറയാ അനിയത്തിന്റെ മോനുണ്ട്, എന്നെ കാണുമ്പോഴേക്കും അത് പാഞ്ഞ് തടിയെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനറിയാം, ഞാൻ സ്കൂളിലൊക്കെ വരികയാണെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം വരും. അപ്പൊ അവൻ അവിടുന്ന് കാണുമ്പോ തന്നെ ഞാൻ കൊലുമിഠായി എന്ന് വിളിച്ചിട്ടാ വരിക. ഈ കുട്ടികളൊക്കെ ഞാൻ പൊതുവെ കൊലുമിഠായി എന്നാ വിളിക്കുക, അത് കൊഞ്ചിച്ചിട്ട് അങ്ങനെ വിളിക്കുന്ന. അപ്പൊ കൊലുമുട്ടായി എന്ന് വിളിച്ചിട്ട് അവന്റെ വയറ് പിടിച്ച് 2 ഞെക്കല് ഞെക്കും, കവിളിച്ചിട്ടൊന്ന് തിരുമ്മും, ഒന്ന് 2 ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ട് 2 ഏറക്കരൊന്ന് ഉരുട്ടിയിട്ടിട്ടൊക്കെ ഞാൻ പോരുള്ളൂ. ഇവനതറിയാം, വന്നാൽ ഇപ്പൊ എന്നെ വെറുതെ വിടൂല, പിശാച് വരുന്നുണ്ട്, ഇനി എന്നെ ഇടങ്ങാറാക്കാൻ വരുന്നുണ്ട് എന്നുള്ള രീതി എന്നെ കാണുമ്പോഴേക്ക് അത് സ്കിപ്പാവും. പക്ഷെ ഇവനും പാട്ടൊന്നും പാടൂലായിരുന്നു. കുറച്ച് ദിവസം ഞാൻ അവിടെ പോയി നിന്നു. ഞാൻ ഇവനെ കാണുമ്പോഴൊക്കെ ഇവന്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് കളിപ്പിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ പാട്ടോ തിരിച്ചു പാടാൻ തുടങ്ങി. അതുവരെ പാടാത്ത കക്ഷി പാട്ട് തിരിച്ചു പാടാൻ തുടങ്ങി. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിലായി, സംഗതി ശരിയാണ് എല്ലാരും പറഞ്ഞത്. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കും ഇവരുടെ അടുത്ത് ലാംഗ്വേജ് പെട്ടെന്ന് ഇവരെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ശരി തന്നെയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ പിന്നെ ഈ രാവിലെ എന്റെ മക്കൾ രണ്ടുപേരും ജനിച്ചത് മുതൽ ഇന്ന് വരെ ഞാൻ അവരെണീക്കുമ്പോ ഞാൻ ഉറക്കനെ ചെല്ലും രാവിലെയുള്ള പ്രാർത്ഥന. അവരെണീറ്റ് വരുമ്പോ ഞാൻ കിച്ചണിലാണെങ്കിൽ പോലും ഞാൻ ആ പ്രാർത്ഥന ഉറക്ക ചെല്ലും, ഇവരത് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്റെ മൂത്ത മോൾ ഉറക്കച്ചടവിലായതുകൊണ്ട് അത് ഇന്ന് വരെ ചെല്ലാറില്ല. പക്ഷെ ഇളയത് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സായപ്പോ തന്നെ ആ ദിക്ർ എനിക്ക് ഇങ്ങോട്ട് ചൊല്ലിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് കേട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കൗതുകം തോന്നി. ആ ഒരു 0 to 3 ഇയേഴ്സ് വരെ എന്റെ കുട്ടികളെ കിട്ടുമ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടിയ പ്രതീതി ഉണ്ടാവാം. അതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി എന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുമായിരിക്കും. അപ്പൊ ഞാൻ ഇവരെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യിക്കും. ഈ ചെറിയ കുട്ടി എന്താ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ എണ്ണയൊക്കെ തേച്ച് മഞ്ഞളും അങ്ങനെയൊക്കെ തേച്ചിട്ട് കിടത്തുന്ന രീതിയുണ്ട്, കുളിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ചെല്ലും. എന്ത് ചെയ്യുന്നത്, കുട്ടീന്റെ 2 കുട്ടികൾ ഇങ്ങനെ കൈയും കാലിട്ട് അടിക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഞാൻ 2 കൈയിലും ഇങ്ങനെ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് വെറുതെ ചെയ്യിക്കും. പിന്നെ എല്ലാവരും എനിക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കും. അപ്പൊ പക്ഷെ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ചെയ്തപ്പോ ഒരു ദിവസം ഉണ്ട്, എത്രയോ മാസം പ്രായമായിട്ടുള്ളൂ, അങ്ങനെയൊന്നും ചെയ്യാനോ ശരിക്കും ആയിട്ടില്ല അനിയത്തിന്റെ മോൻ. അപ്പൊ ഇവനെ കൊണ്ട് ചെയ്തിട്ട് ഇവന് ഞാനിങ്ങനെ കൈ പിടിച്ചപ്പോണ്ട് കൈ എന്റെ കൈ എടുത്ത് പൊക്കുന്നു. അതിലൊരു ടെൻഡൻസി കുട്ടികളുടെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരുടെ ബ്രെയിനിലെ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞതുപോലെ എന്റെ മോള് ചെറുത് 2 വയസ്സായപ്പോ ഖുർആൻ ഓതാൻ തുടങ്ങി. 2.5 വയസ്സായപ്പോഴത്തേക്ക് ഏകദേശം 6 സൂറത്തുകൾ അവള് ബൈഹാട്ടാക്കി. അതെങ്ങനെയാന്ന് വെച്ചാല് മൂത്തയാൾക്ക് 4 വയസ്സാ. അപ്പൊ ആ സമയത്ത് അപ്പൊ ഞാൻ ഇവള് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ട് ഫോണിൽ, യൂട്യൂബ് കിഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഖുർആൻ പ്ലേ ചെയ്തിട്ട് ഞാൻ എന്റെ പണികളൊക്കെ ആയിട്ട് പോകും. ഇത് പ്ലേ ചെയ്ത് കൊടുക്കും, ഇത് കേട്ടിട്ട് പഠിച്ചോന്ന് പറഞ്ഞിട്ട് പോരും. മറ്റേ ആളവിടെ കളിക്കായിരിക്കും ചെറുത്. പക്ഷെ കളിക്കിടയിൽ എപ്പോഴൊക്കെയോ അവളത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഏതോ ഒരു സൂറത്തിന്റെ കുറച്ച് ഓതി തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അപ്പൊ നമ്മൾ നീ അവളെ കൂടെ ഇരുന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഇരുത്തിയതാണ്. അങ്ങനെ ഒരു 2.5 വയസ്സായപ്പോഴത്തേക്കും 6 സൂറത്ത് ആള് ബൈഹാർട്ട് ചെയ്തു. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒക്കെ അങ്ങ് ചൊല്ലും. അങ്ങനെ അത് കേട്ട് 2 ആളും പഠിച്ചു. അതുപോലെ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വണ്ടിയിൽ കയറുമ്പോൾ ചൊല്ലുന്ന ആ ഒരു പ്രാർത്ഥന ഉറക്കെ ചൊല്ലും, വിളി കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവര് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഞാൻ ദൈവികമായിട്ടുള്ള ഭീഷണികളാണ് മുഴക്കുക. ഞാൻ പറയും, വണ്ടി കയറുമ്പോ ദിക്കറൊന്നും ചൊല്ലിയില്ലെങ്കിൽ ഇത് എവിടെയാ തട്ടാ മറിയാ പൊളിയാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം കയറാൻ പറയും. അപ്പൊ 2 ആളും എന്ത് ചെയ്യും, ആ ദിക്കർ അങ്ങനെ. ഇതൊന്നും ഒരു സ്കൂളിൽ പോയിട്ടോ മദ്രസയിൽ പോയിട്ടോ അല്ല പഠിച്ചത്, എന്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവര് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ആ ഒരു പ്രാർത്ഥന ഉറക്കെ ചൊല്ലും. അപ്പൊ ഇത് കേട്ടിട്ട് ഇവര് പഠിച്ചു. സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി, കാരണം ഇത് തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്.
നമ്മള് അറബിയിൽ ഇങ്ങനെ പറയാറില്ല, അൽ ഉമ്മ മദ്രസത്തുന്ന് അല്ലെ, ഉമ്മ തന്നെയാണ് ആദ്യത്തെ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് മക്കള് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കഥകൾ പറയാന്നുള്ളതാണ്. കഥകളിലൂടെ ഒരുപാട് സ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കഥകൾ പറഞ്ഞു കൊടുക്കാം. അതിന്റെ അടുക്ക് വെച്ചിട്ടൊന്ന് നിർത്തുക, കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കുക, കഥയിൽ സിറ്റുവേഷൻസിനെ കുറിച്ച് ചോദിക്കുക, ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുക, എവിടെ എത്തിയ കഥ എന്ന് ചോദിക്കുക. ഈ കഥ നീ ഒന്ന് പറയോ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. അവരത് ചെയ്യുമ്പോൾ നന്നായിട്ട് എൻകറേജ് ചെയ്യാം അവരെ. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ലിസണിങ് സ്കില്ല് കൂട്ടാം. കാരണം കഥ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. നമ്മളിവിടെ സ്ഥിരമായിട്ട് കഥ പറയുന്ന ഞാനല്ല, ബേസിക്കലി എന്റെ ഹസ്ബൻഡാണ് അങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ അബ്ബ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടം കഥ കേൾക്കാൻ. വെറൈറ്റി കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നബിമാരുടെ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ മോറൽ സ്റ്റോറീസ്, ഗുണപാഠ കഥകൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ ലിസണിങ് സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യും, അവര് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഈ കഥകളിലൂടെ അവർ പല ഇമോഷൻസിനെയും പഠിച്ചെടുക്കും. എമ്പതി ഉണ്ടാവും, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും, ഇവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടും. അങ്ങനെ കഥകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വട്ടത്തിലിരുത്തിയിട്ടൊക്കെ കളിപ്പിക്കാം. എന്നിട്ട് ഒരു കുട്ടീനോട് പറയാം, നിന്റെ അടുത്ത കുട്ടീനെ കുറിച്ചുള്ള 2 കോംപ്ലിമെന്റ് പറയാൻ പറയും. ആ കുട്ടീനോട് തൊട്ടപ്പുറത്തെ കുട്ടീനെ കുറിച്ചുള്ള കോംപ്ലിമെന്റ് പറയാൻ പറയും. ഇതൊക്കെ ഭയങ്കര നല്ല കളികളാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് സംഗതികളൊക്കെ ഇമ്പ്രൂവ് ആവും. മാത്രമല്ല ഈ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ എന്തൊക്കെ ഗുണങ്ങളുള്ളത് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ തൊട്ടടുത്ത ഒരാളുടെ നന്മകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സ്കില്ലാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു പിന്നെ ശ്രമം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് സോഷ്യൽ സ്കില്ലിനെ കുറിച്ചാണ്. സോഷ്യൽ സ്കില്ലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെ സോഷ്യൽ സ്കില്ല് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാന്നുള്ളതും പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഷഫീദ മാം. യെസ് സർ. ഓക്കെ, ഗ്രേറ്റ്. വലിയ സന്തോഷം. സോഷ്യൽ സ്കിൽസിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനം കുറെ കാര്യങ്ങൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതിലെ ഏറ്റവും എനിക്ക് കുറച്ചും കൂടിയും ക്ലിക്കായ ഒരു സാധനം ഈ പേര് വെച്ച് പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് പിന്നെ പെട്ടെന്ന് പിന്നെ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമല്ല. പക്ഷെ അതിന്റെ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നമുക്കത് ചെയ്യാൻ പറ്റും. പേര് വെച്ച് നമുക്ക് എങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പിന്നെ എന്റെ പാട്ടുകൾ വീട്ടിനകത്ത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ അയൽക്കാർക്ക് കേൾക്കാം. ഓർക്ക് പിന്നെ അറിയാം ഞാൻ എങ്ങനെയാണ്, വന്നാൽ അതൊന്ന് പെയ്തിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അധികം ആ, ഇടപെട്ടാൽ ഇടിയും മിന്നലും ഉണ്ടാവും. ഇടപെടണ്ടെന്നുള്ള രീതിയിൽ അവർ ആരും ഒന്നും പറയില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആ, ഇപ്പൊ എന്റെ ചെറിയ മോളുണ്ട്. അപ്പൊ ഓളെ പേര് കാനിയ എന്നാണ്. അപ്പോൾ ആ, സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് പറയുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഓളെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ ഒരു 8-10 കുട്ടികളുടെ പേര് എനിക്കറിയാം. ഇവളിങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു 5-6 പേരുകളുണ്ട്. ഇവരറിയാം. ഞാനൊരു ദിവസം ക്ലാസ് ചെന്നിട്ട് ഇവരൊക്കെ പേരുകൾ വിളിച്ച് ഇവരിങ്ങനെ നോക്കി തന്നെ. അപ്പൊ ടീച്ചർക്കും ഭയങ്കര ഷോക്കായി, ഇങ്ങനെ ഇത്രയും കുട്ടികളുടെ പേരൊക്കെ പഠിച്ചു എന്നുള്ളത്. ഇത് ഇവിടെ വന്ന് ഡെയിലി പറയാണ്, ഹയാ ലിലിയ, ബാസിമ്, നാസിമ്, നന്ദാർ ഇവിടെ ഇങ്ങനെ പറയാം. അപ്പൊ ഞാനിങ്ങനെ പറയും, ഹൈ ലിലിയ, ഹൈ ലിലിയ, ബാസിമ്, നാസിം, നന്ദാർ എന്നിട്ട് ഇങ്ങനെ വെറുതെ പാടിക്കൊണ്ടിരിക്കും. ഇതെന്നും പാടും ഞാന്. അപ്പൊ ഇവള് പറയും, എന്റെ പേര് ഇതിനകത്ത് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പൊ പിന്നെ ഓളെയും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഓളെ കുറിച്ചൊരു പാട്ട്, ഓളെ കുറിച്ച് 2-3 പാട്ടുണ്ട്. പിന്നെ ഈ ചെറുതിന് അനിയത്തിന്റെ ഒരു മോനുണ്ട്, ഭയങ്കര ക്യൂട്ടാ. അപ്പൊ ഞാനിങ്ങനെ ഓനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ പിടിച്ച് ഞെക്കിയിട്ട് പറയും, എമി മോൻ ചക്കരയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാടും. എമി എന്നാണോ എന്റെ പേര്, എമീനാഥമാണ്. അപ്പൊ ചക്കരയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇത് വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൂട്ടി പാടും. ഇത് കുറേ ദിവസം പാട്ടാടി പോനും ഇങ്ങോട്ട് എന്നോട് പാടാൻ തുടങ്ങി. മൂത്തമ്മ ചക്കരയാണല്ലോ എന്നിട്ട് എന്നെ കുറിച്ച് ഇങ്ങോട്ട് പാടാൻ തുടങ്ങി. അപ്പൊ അത് കുട്ടികൾക്ക് അതാണ് 2 ലാംഗ്വേജ് ഉണ്ട്. റിസപ്റ്റീവ് ലാംഗ്വേജ്, എക്സ്പ്രസീവ് ലാംഗ്വേജും കൂടെ ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകിച്ച് അതിന് അർത്ഥം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പാടുന്നതാണ്. ഞാനിപ്പോ ഇതൊന്ന് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യണമല്ലേ. എനിക്ക് ഇവരെ കാണുമ്പോ അങ്ങനെ പാടാൻ തോന്നുന്നതാണ്. പക്ഷെ ഇതിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് സംഗതി.
ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി, സൂപ്പറാണ്. ചില സമയത്ത് ഞാൻ ഈ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബെഡിൽ കിടക്കാൻ നേരത്തോ അതല്ലെങ്കിൽ ചിലപ്പോ ഉമ്മച്ചി വരാൻ കുറച്ച് ലേറ്റ് ആവുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇവരുമാര് കളിക്കും. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കൂടെ കളിക്കും. അപ്പൊ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കി പാടും. വേറെ എന്തെങ്കിലും ഇങ്ങനെ ജിഗിഡാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മളെ വായിൽ എന്താണോ വരുന്നത് അത് വെച്ചിട്ട് പാടും. ഇങ്ങനെ ജിഗിഡാളി ജിഗിഡാളി എന്നൊക്കെ പറഞ്ഞിട്ട് പാടും. ഒരു ഉദാഹരണം പറയാണ്. അപ്പോ പിന്നെ ഉമ്മാര് പിന്നെ ഇങ്ങനെ തന്നെയാണ്, എന്ത് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പുതിയ സംഭവം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി. അതായത് നമ്മള് ഉള്ള പാട്ടുകൾ പാടുന്നതിനേക്കാൾ വേറെ എന്തെങ്കിലും നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മളുടെ ഒരു വേറെ ആരും കേൾക്കാത്തതോ ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുക. നല്ലൊരു ഒരു ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. എനിവേ ഓവറോൾ നല്ല ക്ലാസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈവൻ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, സ്പീച്ച് തെറാപ്പിസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് പ്രധാനമായിട്ടും അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ അവരോട് സംസാരിക്കുക, കഥകൾ പറയുക, ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുക. ഞാനും ചെറുപ്പത്തിലേ തന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ടുപോയിരുന്നു. ഈവൻ മുല കൊടുക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ഞാനും ഇവന്മാരെ കൊണ്ടുപോകും. അപ്പോ ഇവര് ഇങ്ങനെ കണ്ട് 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 ആളുകളെ കണ്ട് ഇവർക്ക് അത്ര ഭയമൊന്നുമില്ല. ഈ മനുഷ്യരെ പേടിയുണ്ട്. ഈ മനുഷ്യരെ പേടി മാറ്റുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിയർ ഗ്രൂപ്പ് ഓക്കെ ആയിരിക്കും, അതായത് ഫ്രണ്ട്സിനോട് ഓക്കെ ആയിരിക്കും, അവരോട് വാചാലമായിട്ട് സംസാരിക്കും. പക്ഷെ ഒരു അപരിചിതനെ കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു 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 അകന്ന ബന്ധുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ പിന്നെ കാണില്ല, അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കില്ല. അതൊക്കെ വലിയ പ്രതിസന്ധികളാണ്. കാരണം ഒരു ഒരു ഹയർ സെക്കൻഡറിയിലൊക്കെ എത്തി അതല്ലെങ്കിൽ ഒരു കോളേജ് അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഭയങ്കര വലുതായിരിക്കും. അതല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം കഴിക്കുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴൊക്കെ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ വലുതായിരിക്കും. അപ്പൊ ഈ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ഈ ഷെയറിംഗ് മെന്റാലിറ്റി അല്ലെ, ഒരു കളിപ്പാട്ടം അതല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസ്ക്കറ്റിന്റെ പകുതി കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മള് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു പൈസ കൊടുക്കുന്ന സമയത്ത് എന്റെ വാപ്പച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ. ഉപ്പയുടെ പെങ്ങള് പിന്നെ വീട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് ഉപ്പ പെങ്ങൾക്ക് ഒരു പൈസ കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ വന്ന സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അത് എന്നെ കൊണ്ട് കൊടുപ്പിക്കും. അപ്പൊ ഞാനത് കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത്, ചെറുപ്പമാണ്, ഭയങ്കര ചെറുതാണ്. പിന്നീടാണ് മനസ്സിലത് ഇങ്ങനെ കൊടുക്കണം അല്ലെ. അതൊരു നമ്മുടെ കൂടപ്പിറപ്പിന് അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലെ. അപ്പൊ എന്റേതാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്റേതും മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ് എന്നുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ നമ്മളെ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കള് നല്ല മനുഷ്യന്മാരായിട്ട് മാറും എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനുള്ള ഒരു മനുഷ്യത്വമുള്ള മനുഷ്യപ്പറ്റുള്ള കുട്ടികളായിട്ട് അവർ വളർന്നു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്ത് കിട്ടുന്ന ഒരു അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇതൊന്നും പഠിപ്പിച്ചോളണം എന്നില്ല. അപ്പൊ ഇതെല്ലാം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കവറപ്പ് ചെയ്ത് സംസാരിച്ചു. സന്തോഷം. അങ്ങനെ വിട്ടുപോയൊരു കാര്യം, അതായത് ഇപ്പോ സംസാരത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോഴേ സാർ ആ, പറഞ്ഞപ്പോഴേ അത് ഓർമ്മ വന്നു. അതായത് നമ്മുടെ ഈ കുട്ടികള് സംസാരിക്കാതെ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വിർച്വൽ ഓട്ടിസ്റ്റിക് ആയിട്ട് മാറിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് ജന്മനാൽ ഇവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല, പക്ഷെ ഇവരോട് സംസാരിക്കാൻ ആരും ഇല്ലാതായി പോയത് കൊണ്ട് മാത്രം ഓട്ടിസ്റ്റിക് ആയ കുട്ടി. അതായത് കുട്ടികളെ ജോലിക്ക് പോവാണ്, പിന്നെ ഹൗസ് മെയ്ഡ് കുട്ടി മാത്രം. ഇവരുടെ ഒരു ജോലി, അതായത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഈ കുട്ടിക്ക് ആകെയുള്ള കൂട്ട് ഗാഡ്ജറ്റ്സ് മാത്രമാണ്. ഇതിനകത്ത് മനുഷ്യനെ കാണാതെ, മാനം കാണാതെ ഇങ്ങനെ ഇരുന്ന് ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിയാതായി. കുട്ടിക്ക് വിർച്വൽ ഓട്ടിസം എന്നാണ് ഇതിന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയെടുത്ത് ഞാൻ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ പല അസുഖങ്ങളും വന്നിരുന്നത് ഈ പിന്നെ വൈറ്റമിൻസ് നമ്മുടെ പ്രോട്ടീൻ ഫുഡിന്റെ ഒക്കെ അഭാവം കൊണ്ടാണ് അല്ലെ പല അസുഖങ്ങളും വന്നിരുന്നത്. ഇന്ന് അതുകൊണ്ടല്ല വരുന്നത്, നമ്മൾ നമ്മുടെ വായിൽ നാക്കെടുത്ത് നമ്മൾ കുട്ടികളോട് മിണ്ടാത്തത് കൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും.
ഇതില് ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്പീച്ച് മാത്രമല്ല, മോട്ടോർ സ്കിൽസ് അല്ലെ, മോട്ടോർ സ്കിൽസിന്റെ അഭാവം ഇപ്പൊ കൂടുതൽ, ഇപ്പൊ പെന്ന് പിടിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ മറ്റു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഇപ്പോ പണ്ട് കാലത്ത് കുട്ടികൾ ഇങ്ങനെ കാറ് പിടിച്ച് ഒക്കെ ഇങ്ങനെ ഓടിച്ച് കളിക്കുക, അതല്ലെങ്കിൽ കുത്തിവര ഇടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മുടെ കുട്ടികൾ ആകെ ഒരു വിരല് മാത്രമേ അനക്കുന്നുള്ളൂ. അപ്പൊ ഇത് അനങ്ങാതെ അനങ്ങാതെ ഇരുന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, ഇത് പിടിക്കുന്ന സമയത്ത് പിടിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള കപ്പാസിറ്റി, നമ്മൾ ഈവൻ നമ്മളൊരു ചിരിക്കുന്ന സമയത്ത് പോലും മസിൽസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ചിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, നമ്മൾ ഒരു ജസ്റ്റേഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യണം. ഈ മസിലുകൾ ഇപ്പൊ നമ്മളെ ഒരു കൈ തന്നെ കുറെ നാള് നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അല്ലെ, അവിടെ എന്താണ് പിന്നീട് അത് പ്രശ്നമാവാണ്, അവിടെ ബെൻഡാവാതെ വരും. എന്നതുപോലെ തന്നെ അല്ലെ, നമ്മൾ രോഗികളായിട്ടൊക്കെ കിടക്കുന്നവരെ നമുക്കറിയാം, അവർക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ കുറെ നാൾ കഴിയുന്ന സമയത്ത് ഇവരുടെ കൈ, അതല്ലെങ്കിൽ എന്താണ് മുട്ട് വളയാതെ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ മസിലുകളും വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതിന് പണിയില്ലാതിരിക്കുന്ന സമയത്ത് അതെന്താണ്, അത് വർക്ക് ചെയ്യാതെ പോകുന്നു. അപ്പൊ അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നു. പിന്നീട് നമ്മൾ നട്ടോട്ടാണ് ഇതെങ്ങനെ ശരിയാക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കുട്ടി സംസാരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഒരു അനീതിയോ തെറ്റോ ഒക്കെയാണ്. അപ്പോ ഈ അടുത്ത് ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് പിന്നെ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ട്, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ ആ കുട്ടി കുട്ടി ഒരു പാരന്റിങ്ങിന്റെ ഭാഗത്ത് ആ കുട്ടിക്ക് അനുഭവിച്ച ഒരു അപ്പൊ കുട്ടി തന്നെ പറയാണ്, പാരന്റിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അത് കുട്ടികൾ നടത്തുന്നില്ല എന്ന് കൃത്യമായിട്ട് പഠിക്കാത്ത രക്ഷിതാക്കൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടി കാണുമ്പോൾ പറയാണ്, ഞങ്ങളെ അവസ്ഥ അറിയില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോ നമ്മൾ പണ്ടത്തെ പോലെ, നമ്മള് പുതിയ കാലത്ത് കുട്ടികൾ വളർത്തണമെങ്കിൽ സത്യം വോയിസ് കട്ടാവുന്നത് എന്റെ പ്രോബ്ലം ആണോ അല്ല അവിടെയാണോ? അല്ലല്ല, വോയിസ് കട്ടാവുന്നുണ്ട് സാറ്, വോയിസ് കട്ടാവുന്നുണ്ട്. കേട്ടാണല്ലേ. സാറ് സാറിന്റെ വോയിസ് സമയം കട്ടായി ഒന്ന്. എന്റെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ആണ്. എന്തായാലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഓക്കെ, പറഞ്ഞ പോലെ ഓട്ടിസം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വെച്ചിട്ട്. പക്ഷെ അന്ന് എല്ലാരും പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ്. മീൻസ് ഇതന്നെ ഈ കുട്ടിയുടെ പിറകെ പോയി കുട്ടീനോട് സംസാരിക്കാൻ ആരും ഇല്ലാതായി, അങ്ങനെ അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്കൂളായിരുന്നു എൻ്റെ അടുത്ത് എത്തിയത്. അപ്പോ പക്ഷെ ഞങ്ങളിത് പറയുമ്പോൾ ആരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളത് മാറ്റിയെടുത്തു. നന്നായി കുട്ടിയോട് ഇന്ററാക്ട് ചെയ്താൽ തന്നെ അത് മാറ്റുന്നതേ ഉള്ളൂ, മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നല്ലൊരു എന്താ പറയണ്ടേ, ശരിക്കും നല്ലൊരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കിടക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മാം, ആ സ്റ്റോറി ഞാൻ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ട് ആ സ്റ്റോറി ഇപ്പൊ കുറച്ചൊന്ന് മിസ്സായിരുന്നു. എന്തായിരുന്നു ആ സ്റ്റോറി? അതൊരു അമ്മായിമ്മ മരുമോളെ സ്റ്റോറി പറഞ്ഞാണോ? ആ യെസ് യെസ് അതന്നെ. അതായത് ഇവര് തമ്മിൽ നല്ല ഫൈറ്റ് നടക്കാണ്. അപ്പൊ ഈ അമ്മായി ഫൈറ്റിന്റെ മരുമോളും അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ മകനാണല്ലോ, ഈ ഭർത്താവ്. അപ്പൊ അവന് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ സംസാരം ഒന്നും മാറ്റി പിടിച്ചു. അതായത് നീ എന്റെ അമ്മേനെ നോക്കണം, അമ്മയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്റെ ഭർത്താവ് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി ചിന്തിക്കുക. മറിച്ചിട്ട് അവൻ പറഞ്ഞത് എങ്ങനെയാ, അവൻ ഭാര്യന്റെ പക്ഷം ചേർന്നു. അവൻ പറഞ്ഞു, നമുക്ക് പതുക്കെ അമ്മേനെ തട്ടിക്കളയാം, എന്ത് ചെയ്യണം, ഒരു ലീഫ് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യണം, എന്നും കുക്ക് ചെയ്യുമ്പോൾ ഈ ലീഫിന്റെ ചെറിയ കഷ്ണങ്ങൾ ഇടണം, നല്ല രീതിയിൽ കുക്ക് ചെയ്യുക, അമ്മേനെ നല്ല രീതിയിൽ പരിചരിക്കുക, നല്ല രീതിയിൽ നോക്കാം. അങ്ങനെ കുറെ കാലം ചെയ്തപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അമ്മയുടെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായി. പിന്നെ ഈ കൊല്ലുന്ന കാര്യം ഈ കുട്ടിയും മറന്നുപോയി, കാരണം അമ്മ നല്ലതായിട്ട് പെരുമാറുകയാണല്ലോ. സംസാരത്തിന്റെ ഒരു പറഞ്ഞ സ്കില്ല് പറഞ്ഞു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലേ? അതെ അതെ, ഓക്കെ. ആളുകളെ അടുപ്പിക്കാനും പറ്റുമല്ലോ. എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു 7:20 ഒക്കെ ആയപ്പോഴേ എനിക്ക് കയറാൻ പറ്റുള്ളൂ.
ഓക്കെ, എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോ ഓക്കെ. ബാക്കിയുള്ള ഭാഗം കാണാം. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഹലോ സാർ. പറയൂ മാം. ഓക്കെ, നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്ക് ആയിരുന്നു മാമിൻ്റെത്. കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിന്റെ ഇടയിൽ ഞാൻ കുറച്ചൊക്കെ സ്കിപ്പായി പോയി. പക്ഷെ അപ്പൊ സ്റ്റോറി ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, അപ്പൊ അത് മാഡം ചോദിച്ചു, അതുകൊണ്ട് അറിയാൻ പറ്റി. ആ സമയത്ത് എനിക്ക് അത് ഇവര് മക്കൾ സംസാരിച്ച സമയത്ത് ഇത് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു ആ ഒരു അതിന്റെ ഇടയിൽ നടന്ന ആ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റി. ഓക്കെ. പിന്നെ ഈ സോഷ്യൽ സ്കില്ല് കൂടുതലായി ഇങ്ങനെ എന്താ പറയാ, കൂടുതൽ പാരന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാണ്ട് എല്ലാരും ഇങ്ങനെ ഒരു പേടിച്ച് മാറി നിൽക്കുക, അങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ ഒന്നുകിൽ ഇവര് കൂടുതൽ സോഷ്യലായിട്ട് അറ്റാച്ച് ചെയ്യാത്തവരായിരിക്കും. അപ്പൊ ഈ ഒരു സ്കില്ല് വളരെ എന്താ പറയാ കുറെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മൾക്കിപ്പോ നമ്മൾ എന്താ പറയാ സ്കൂൾ ഫീൽഡിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറെ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടി. താങ്ക്സ്. ഷഫീദ മാഡത്തിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. താങ്ക് യു മാം. താങ്ക് യു ഫാസില മാം ആൻഡ് പാറു അല്ലെ, പാറു എന്നാണ് കണ്ടത്, പക്ഷെ മകളുടെ പേരാണെന്ന് അറിയില്ല. ഓക്കെ, എനിവേ ഷഫീദ ടീച്ചർ ഒരു ഫ്രണ്ട് കൂടിയാണ്. പേരിട്ടൊക്കെ ഞാനിങ്ങനെ പരതിക്കൊണ്ടിരുന്നത്. രമ്യ ടീച്ചറാണ്. രമ്യ ടീച്ചറാണെന്ന്. രമ്യ, ഓക്കെ. താങ്ക് യു ടീച്ചർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ എന്തായാലും സന്തോഷം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഷഫീദ മാം, അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അടുത്ത ദിവസങ്ങളിലും ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനർമാർ വ്യത്യസ്ത വിഷയങ്ങളിൽ ടോപ്പിക്കുകൾ അവതരിപ്പിക്കും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, നോളജുകൾ നേടുക, നോളജുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. സോ താങ്ക് യു എവരിവൺ. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്.